മണൽക്കട്ടയുടെ തണുപ്പോടു കൂടിയ ഒരു വടക്കൻ കാറ്റടിക്കുന്നു. അത് അയാളുടെ ചുറ്റുമുള്ള സകലത്തിന്മേലും ദുഃഖകരമായ ഒരു ജീവൻ പായിച്ചു. വിശ്വസിക്കാൻ വയ്യാത്ത ഉഗ്രതയോടുകൂടി ചെടിപ്പടർപ്പുകൾ തങ്ങളുടെ മെലിഞ്ഞു ചെറുതായ കൈകളെ കൊണ്ട് പിടിച്ചിളക്കി. അവയെല്ലാം ആരെയോ പേടിപ്പെടുത്തുകയും ആരെയോ പിടികൂടുവാൻ പിൻചെല്ലുകയുമാണെന്ന് തോന്നും. പിന്നെയും അയാൾ നടന്നു തുടങ്ങി. ഉടനെ അയാൾ പായാൻ ആരംഭിച്ചു. ഇടയ്ക്കിടയ്ക്ക് നിന്നു. മനുഷ്യൻ കേട്ടിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും ഭയങ്കരവും ഏറ്റവും അസ്വാസ്ഥ്യമയവുമായ ഒരു ശബ്ദത്തിൽ ആ ഏകാന്തതയുടെ ഉള്ളിലേക്ക് അയാൾ ഉറക്കെ നിലവിളിച്ചു, "ഴർവൈക്കുട്ടി, ഴർവൈക്കുട്ടി!" നിശ്ചയമായും അത് ആ കുട്ടി കേട്ടിരുന്നുവെങ്കിൽ അവൻ വല്ലാതെ പേടിക്കുകയും അയാളുടെ മുൻപിലേക്ക് ഒരിക്കലും ചെല്ലാതിരിപ്പാൻ കഴിയുന്നതും സൂക്ഷിക്കുകയും ചെയ്യും. പക്ഷേ ആ കുട്ടി വളരെ ദൂരത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. കുതിരപ്പുറത്ത് വരുന്ന ഒരു മതാചാര്യനെ അയാൾ കണ്ടുമുട്ടി. അയാൾ അങ്ങോട്ട് ചെന്ന് ആ യാത്രക്കാരനോട് ചോദിച്ചു, "ഹേ മതാചാര്യനവർകളെ, ഒരു കുട്ടി പോകുന്നത് നിങ്ങൾ കണ്ടുവോ?" "ഇല്ല," ആ മതാചാര്യൻ പറഞ്ഞു. "ഴർവൈക്കുട്ടി എന്നു പേരായ ഒരുവനെ?" "ഞാൻ ആരെയും കണ്ടിട്ടില്ല." ഴാങ്വാൽ ഴാങ് തൻ്റെ പണസഞ്ചിയിൽ നിന്ന് 5 ഫ്രാങ്കിൻ്റെ 2 നാണ്യം വലിച്ചെടുത്ത് മതാചാര്യൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. "ഹേ മതാചാര്യനവർകളെ, ഇതു നിങ്ങളുടെ പാവങ്ങൾക്കിരിക്കട്ടെ. ഒരു മലയെണ്ണക്കൂടോടും ഒരു കമ്പ്യവാദ്യത്തോടും കൂടി ഏകദേശം 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണവൻ. നിങ്ങൾക്കറിയാമല്ലോ, തെണ്ടിക്കഴിയുന്ന കൂട്ടത്തിലുള്ള ഒരു കുട്ടി." "ഞാനവനെ കണ്ടിട്ടില്ല." "ഴർവൈക്കുട്ടി, ഇവിടെ എങ്ങും ഗ്രാമങ്ങളില്ലേ? നിങ്ങൾ പറഞ്ഞു തരാമോ?" "നിങ്ങൾ പറയുന്ന വിധത്തിൽ ഒരാളാണെങ്കിൽ അവൻ ഇവിടെ പുതുതായി വന്നതായിരിക്കണം. അങ്ങനെയുള്ളവർ ഇതിലെ കടന്നു പോകാറുണ്ട്. ഞങ്ങൾക്ക് അവരെപ്പറ്റി ഒന്നും അറിവില്ല." ഴാങ്വാൽ ഴാങ് പിന്നെയും 2 5 ഫ്രാങ്ക് നാണ്യങ്ങൾ വാരിയെടുത്ത് മതാചാര്യൻ്റെ കയ്യിലിട്ടു. "നിങ്ങളുടെ പാവങ്ങൾക്ക്," അയാൾ പറഞ്ഞു. ഉടനെ അയാൾ ഒരു ഭ്രാന്തനെ പോലെ തുടർന്നു പറഞ്ഞു, "ഹേ മതാചാര്യനവർകളെ, എന്നെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കൂ. ഞാനൊരു കള്ളനാണ്." മതാചാര്യൻ കുതിരയെ ഊന്നിപ്പായിച്ചു. കല്ലശലായി പേടിച്ചിട്ട് അവിടെ നിന്ന് പറന്നു. താൻ ആദ്യം വന്ന വഴിക്ക് ഴാങ്വാൽ ഴാങ് ക്ഷണത്തിൽ പാഞ്ഞു. സൂക്ഷിച്ചു നോക്കിയും വിളിച്ചു നോക്കിയും ഉറക്കെ കൂക്കിയും കുറച്ചധികം ദൂരം അയാൾ പോയി. പക്ഷേ ഒരാളെയും കണ്ടില്ല. ചാരിയിരിക്കുകയോ കുമ്പിട്ടിരിക്കുകയോ ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്ന് സംശയം തോന്നിച്ച ചിലതിൻ്റെ അടുക്കലേക്ക് 2 3 തവണ അയാൾ വയലിലൂടെ പാഞ്ഞു ചെന്നു. അത് ഏതാണ്ട് നിലത്തോട് പറ്റി നിൽക്കുന്ന ചെറു ചെടികളോ പാറകളോ മാത്രമായി തീർന്നു. ഒടുവിൽ 3 വഴി കൂടിച്ചേരുന്ന ഒരിടത്ത് അയാൾ നിന്നു. ചന്ദ്രൻ ഉദിച്ചു പൊങ്ങിയിരിക്കുന്നു. അയാൾ തൻ്റെ സൂക്ഷ്മ നോട്ടത്തെ ദൂരത്തേക്കയച്ചു നോക്കി. അവസാനത്തെ തവണ ഉച്ചത്തിൽ നിലവിളിച്ചു, "ഴർവൈക്കുട്ടി, ഴർവൈക്കുട്ടി, ഴർവൈക്കുട്ടി!" അയാളുടെ കൂക്കിവിളി ഒരു പ്രതിധ്വനിയെപ്പോലും പുറപ്പെടുവിക്കാതെ ഇരുളിനിടയിൽ വ്യാപിച്ചു ലയിച്ചു. എങ്കിലും അയാൾ ഒരിക്കൽ കൂടി "ഴർവൈക്കുട്ടി" എന്ന് പതുക്കെ പറഞ്ഞു. പക്ഷേ അത് ക്ഷീണിച്ചതും ഏതാണ്ട് കേൾക്കാൻ വയ്യാത്തതുമായ ഒരൊച്ചയിലാണ്. അത് അയാളുടെ ഒടുവിലത്തെ യത്നമായിരുന്നു. തൻ്റെ ദുഷ്ടമായ അന്ധക്കരണത്തിൻ്റെ ഭാരം കൊണ്ട് എന്തോ ഒരദൃശ്യ ശക്തി അയാളെ അമർത്തിയിട്ടതുപോലെ പെട്ടെന്ന് ആ മനുഷ്യൻ്റെ കാൽ കുഴഞ്ഞു. ക്ഷീണിച്ച് ഒരു വലിയ കല്ലിന്മേൽ വിരണ്ടു വീണു. അയാളുടെ 2 മുഷ്ടികളും തലമുടിയിൽ മുറുകെ പിടിച്ചു. കാൽമുട്ടുകൾക്കിടയിൽ മുഖം അമർത്തി അയാൾ ഉറക്കെ നിലവിളിച്ചു, "ഞാനൊരു ദുഷ്ടനാണ്." ഉടനെ അയാളുടെ മനസ്സ് തകർന്നു. അയാൾ കരയാൻ തുടങ്ങി. 19 കൊല്ലമായിട്ട് അയാൾ അന്ന് ഒന്നാമതായിട്ടാണ് കരയുന്നത്. മെത്രാന്റെ വീട്ടിൽ നിന്ന് മടങ്ങിയത് മുതൽ നമ്മൾ കണ്ടതുപോലെ അതേവരെ ഉണ്ടായിട്ടുള്ള വിചാരങ്ങളിൽ നിന്നെല്ലാം ഴാങ്വാൽ ഴാങ് ഒന്നപ്പുറത്തേക്ക് മറഞ്ഞിരിക്കുന്നു. വാസ്തവമായി വെച്ചു നടക്കുന്നതെന്തോ അതിനോട് വഴിപ്പെടുവാൻ അയാൾക്കു കഴിഞ്ഞില്ല.
ആ വയസ്സൻ്റെ ദേവതുല്യമായ സൽപ്രവൃത്തിയോടും ഒരു സത്യവാനായി കഴിയുവാൻ നിങ്ങൾ എന്നോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാവിനെ ഞാൻ വിലയ്ക്ക് വാങ്ങുന്നു. അതിനെ ഞാൻ നരകദേവതയുടെ അടുക്കൽ നിന്ന് വീണ്ടെടുക്കുന്നു. ഞാൻ അതിനെ ദയാലുവായ ഈശ്വരങ്കൽ സമർപ്പിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ സൗമ്യവാക്കുകളോടും തടഞ്ഞു നിൽക്കുവാൻ അയാൾ തന്നെ വെറുങ്ങലിപ്പിച്ചു. ഇത് അയാളുടെ മനസ്സിൽ പിന്നെയും പിന്നെയും കടന്നു വന്നു. ഈ ദേവോചിതമായ ദയയെ അയാൾ അഹങ്കാരം കൊണ്ട്, അതെ, നമ്മുടെ ഉള്ളിൽ ദുഷ്ടതയ്ക്കുള്ള രക്ഷാസ്ഥാനമായ അഹങ്കാരം കൊണ്ട് തടഞ്ഞു. അതേവരെയായി തൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുള്ളതിലെല്ലാം വെച്ച് ഏറ്റവും വമ്പിച്ച ആക്രമണവും ഏറ്റവും ഭയങ്കരമായ അതിക്രമവും ആ മതാചാര്യൻ്റെ മാപ്പുതരലാണെന്നും ഈ ദയാലുത്വത്തോട് എതിർത്തു ജയിച്ചാൽ തൻ്റെ മനഃഷഠത എന്നേക്കും ഉറച്ചു കഴിഞ്ഞു എന്നും താൻ അതിന് വഴങ്ങിക്കൊടുക്കുന്ന പക്ഷം അത്രയുമധികം കൊല്ലങ്ങളോളമായി മറ്റുള്ളവരുടെ പ്രവൃത്തികൾ മൂലം തന്നിൽ നിറഞ്ഞു നിൽക്കുന്നതും തന്നെ രസം പിടിപ്പിക്കുന്നതുമായ ദ്വേഷത്തെ താൻ ഉപേക്ഷിക്കേണ്ടി വന്നേക്കുമെന്നും ജയിക്കുകയോ ജയിക്കപ്പെടുകയോ രണ്ടിലൊന്ന് ഇത്തവണ ചെയ്തേ കഴിയൂ എന്നും തൻ്റെ ദുസ്വഭാവവും ആ മനുഷ്യൻ്റെ സൽസ്വഭാവവും കൂടി വമ്പിച്ചതും അവസാനത്തേതുമായ ഒരു യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നും അയാൾക്ക് തൂലോം അസ്പഷ്ടതരമായ ഒരു ബോധമുണ്ടായിരുന്നു. ഈ വെളിച്ചങ്ങൾക്ക് മുൻപിൽ അയാൾ ഒരു ഉന്മത്തനെ പോലെ നടന്നു. അങ്ങനെ കുണ്ടിൽ പോയ കണ്ണുകളോടുകൂടി നടന്നു പോകുമ്പോൾ ഡിയിൽ വെച്ചുണ്ടായ അത്ഭുത സംഭവത്തിൻ്റെ ഫലമായി തനിക്ക് വരാൻ പോകുന്നതെന്താണെന്ന് അയാൾക്ക് വ്യക്തമായ ഒരു ബോധം ഉണ്ടായിരുന്നുവോ? ജീവകാലത്തിൽ ചില സമയങ്ങളിൽ ആത്മാവിനെ ഉപദേശിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തു കാണാറുള്ള ആ അത്ഭുതകരങ്ങളായ പിറുപിറുക്കലുകളെല്ലാം അയാൾക്ക് മനസ്സിലായോ? തൻ്റെ ദൈവഗതിയെ സംബന്ധിച്ചുള്ള ഒരു വിശിഷ്ട ഘട്ടത്തെ അയാൾ അതാ കടന്നു എന്ന്, രണ്ടിലൊന്നിൽ നടക്കുകയല്ലാതെ നടുവിലൂടെ അയാൾക്കിനി മാർഗമില്ലെന്ന്, ലോകത്തിൽ വെച്ച് നല്ലവനായി തീരാത്ത പക്ഷം അയാൾ ലോകത്തിൽ വെച്ച് വലിയ ദുഷ്ടനായി കലാശിക്കുമെന്ന്, ഒന്നുകിൽ മെത്രാനിലും ഉയർന്ന പദവിയെടുക്കുക, അല്ലെങ്കിൽ തടവുപുള്ളിയിലും താഴത്തേക്ക് വീഴുക എന്ന് പറയട്ടെ. രണ്ടിലൊന്ന് ചെയ്യുന്നത് ഇപ്പോൾ ഉചിതമായിരിക്കുമെന്ന്, നന്നായി തീരുവാൻ ആഗ്രഹിക്കുന്ന പക്ഷം അയാൾ ഒരു ദേവതുല്യനായി തീരണമെന്ന്, ദുഷ്ടനായി തന്നെ കഴിയണമെന്നാണ് ആഗ്രഹമെങ്കിൽ അയാൾ ഒരു രാക്ഷസനായി തീരണമെന്ന് ഒരു ചെറു ശബ്ദം അയാളുടെ ചെകിട്ടിൽ മന്ത്രിച്ചുവോ? ഇവിടെ പിന്നെയും ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങളോട് തന്നെ ഈ ചോദ്യങ്ങൾ മറ്റൊരിക്കൽ ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയെല്ലാം ഒരു നിഴൽ തൻ്റെ വിചാരങ്ങൾക്കിടയിൽ അയാൾക്ക് കയ്യിൽ കിട്ടുകയുണ്ടായോ? ഞങ്ങൾ മുൻപു തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ നിശ്ചയമായും നിർഭാഗ്യമാണ് ബുദ്ധിക്ക് സംസ്കാരമുണ്ടാക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഇവിടെ പറഞ്ഞതെല്ലാം വെവ്വേറെ വേർപെടുത്തിയെടുക്കുവാൻ രാങ്വാൽ രാങ്ങിനെ കൊണ്ട് കഴിഞ്ഞിരുന്നുവോ എന്ന് സംശയമാണ്. ഈ വിചാരങ്ങൾ അയാളുടെ ഉള്ളിൽ കടന്നുവെങ്കിൽ തന്നെ അവയെ അയാൾ എന്തോ ഒരു നോക്കു കണ്ടിട്ടുണ്ടായിരിക്കാമെന്നല്ലാതെ നോക്കിക്കണ്ടു എന്ന് പറയാൻ വയ്യ. എന്നല്ല, ആ വിചാരങ്ങൾ അനിർവചനീയവും ദുഃഖമയവുമായ ഒരു വികാര ആവേഗത്തിലേക്ക് അയാളെ എടുത്തു മറിക്കുവാൻ മാത്രമേ ഉപയോഗപ്പെട്ടുള്ളൂ. ഇരുട്ടു പിടിച്ചതും വൈകൃതപ്പെട്ടതുമായ ആ തണ്ടുവലി ശിക്ഷയിൽ നിന്ന് വിട്ടുപോന്ന ഉടനെ മെത്രാൻ അയാളുടെ ആത്മാവിനെ കടന്നുപദ്രവിച്ചു. ഇരുട്ടത്തു നിന്നു കടന്ന ഉടനെ ഒരു ജ്വലിക്കുന്ന ദീപ്തിധോരണിക്ക് മുൻപിൽപ്പെട്ടാൽ അത് കണ്ണിനെ എന്ന പോലെ അദ്ദേഹം അയാളെ ഉപദ്രവിച്ചു. പരിശുദ്ധവും പ്രകാശമാനവുമായി തന്നെയുള്ള ഭാവി ജീവിതം മേലിൽ താൻ അനുഭവിക്കേണ്ടതായി വരുമെന്ന് തോന്നിയ ആ പുതുജീവിതം അയാളിൽ മുഴുവനും ഉത്കണ്ഠയെക്കൊണ്ടും ഭയപ്പാടുകളെക്കൊണ്ടും നിറച്ചു. താൻ എവിടെയാണെന്ന് അയാൾക്ക് നിശ്ചയമില്ലാതായി. പെട്ടെന്ന് സൂര്യനുദിക്കുന്നത് കണ്ട ഒരു കൂമനെ പോലെ എന്ന് പറയട്ടെ, ആ തടവുപുള്ളി സൽവൃത്തി കണ്ട് മലയ്ക്കുകയും അന്ധനായി പോവുകയും ചെയ്തു. ഒന്ന് അയാൾക്ക് തീർച്ചയായി, ഇനി ഒരിക്കലും താൻ പണ്ടത്തെ ആളായിരിക്കില്ലെന്ന്, തന്നെ സംബന്ധിച്ചുള്ള സകലവും മാറിപ്പോയെന്ന്. മെത്രാൻ തന്നോട് സംസാരിക്കുകയും തൻ്റെ മർമ്മത്തിൽ കടന്നുപിടിക്കുകയും ചെയ്തിട്ടില്ലെന്ന് ഭാവിക്കുവാൻ തന്നെക്കൊണ്ട് ഒരിക്കലും കഴിയുകയില്ലെന്ന് അയാൾക്ക് ഉറപ്പു തോന്നി. ആ കാര്യത്തിൽ അയാൾക്ക് സംശയമില്ലായിരുന്നു.
അയാളുടെ മനസ്സ് ഈ നിലയിലിരിക്കുമ്പോഴാണ് ജർവൈക്കുട്ടിയെ കണ്ടെത്തിയതും അവൻ്റെ 40 സൂ നാണ്യം അയാൾ കടന്നു കയ്യിലാക്കിയതും. അതെന്തിന്? നിശ്ചയമായും അയാളെ കൊണ്ട് അതിനുത്തരം പറയാൻ സാധിക്കില്ല. തണ്ടുവലി ശിക്ഷ അനുഭവിച്ചിരുന്നിടത്തു നിന്ന് അയാൾ പോരുമ്പോൾ കൊണ്ടുപോന്ന ദുഷ്ടവിചാരങ്ങളുടെ ഒടുവിലത്തേതും ഒന്നിച്ചുള്ളതുമായ ഒരു മഹാശ്രമമായിരിക്കുമോ അത്? ഒരു മഹാപ്രേരണത്തിൻ്റെ അവശേഷം, പദാർത്ഥ സ്ഥിതിശാസ്ത്രപ്രകാരമുള്ള സഞ്ചിത ശക്തി. അത് തന്നെയായിരുന്നു. ഒരു സമയം അത് അതിലും താഴെയുള്ള ഒന്നായിരുന്നു. ഞങ്ങൾ വളച്ചുകെട്ടാതെ പറയട്ടെ, അയാളല്ല ആ കട്ടത്. അത് ചെയ്തത് മനുഷ്യനല്ല. മുമ്പ് അനുഭവിച്ചിട്ടില്ലാത്തതും മുമ്പ് കേട്ടിട്ടേയില്ലാത്തതുമായ വിചാരപരമ്പരയിൽ ബുദ്ധി കിടന്ന് മുങ്ങി പൊന്തുന്നതിനിടയ്ക്ക് അയാളുടെ ഉള്ളിൽ സാത്മ്യം കൊണ്ടും സ്വഭാവവിശേഷം കൊണ്ടും ഉണ്ടായിത്തീർന്നിട്ടുള്ള മൃഗത്വമാണ് ആ പണത്തിനു മുകളിൽ കാലമർത്തിയത്. ബുദ്ധിയുണർന്നു. മൃഗത്വത്താൽ പ്രവർത്തിക്കപ്പെട്ട ആ പ്രവൃത്തി കണ്ടപ്പോൾ ഴാങ്വാൽ ഴാങ് കഠിന ദുഃഖം കൊണ്ട് ചുളുങ്ങി. ഭയാവേഗത്തോടുകൂടി ഉറക്കെ ഒരു നിലവിളിച്ചു. കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ പണം കണ്ടെടുത്തതിൽ തന്നെക്കൊണ്ട് മേലാൽ ചെയ്യാൻ വയ്യാത്ത ഒരു കാര്യം താൻ ചെയ്തു പോയത് കൊണ്ടാണ് അത്ഭുതകരമായ സംഭവം. അയാൾ അപ്പോൾ ചെന്നുപെട്ടിട്ടുള്ള ആ ഒരു നിലയിൽ നിൽക്കുമ്പോൾ മാത്രമേ അങ്ങനെയൊന്നുണ്ടാവാൻ നിവൃത്തിയുള്ളൂ. അയാൾക്ക് ആ നിലവിളി വന്നത്. അതെന്തായാലും ശരി, ഈ ഒടുവിലത്തെ ദുഷ്പ്രവൃത്തിക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരുറച്ച ഫലമുണ്ടായി. അത് അയാളുടെ മനസ്സ് വഹിച്ചുകൊണ്ടിരുന്ന ആ അന്ധകാരഗുണ്ടത്തെ ക്ഷണനേരം കൊണ്ട് പിന്നിട്ടു. ഒരു ഭാഗത്ത് കനത്ത ഇരുട്ടും മറ്റേ ഭാഗത്ത് തെളിഞ്ഞ വെളിച്ചവുമായി അതിനെ ഭാഗിച്ചകറ്റി. രസായനശാസ്ത്ര സംബന്ധികളായ ചില സംശോധക ദ്രവ്യങ്ങൾ 2 കൂടി ചേർന്ന ഒരു മിശ്രയോഗത്തിൽ നിന്ന് ഒന്നിനെ ഊറിച്ചെടുത്തും മറ്റതിനെ തെളിയിച്ചെടുത്തും വേർതിരിക്കുന്നത് പോലെ അയാളുടെ അപ്പോഴത്തെ സ്ഥിതിയിൽ കിടന്നിരുന്ന ആത്മാവിൽ അത് പ്രവർത്തിച്ചു. സകലവും ക്ഷോഭിച്ചു പോയിരുന്നത് കൊണ്ട് തന്നെപ്പറ്റി പരീക്ഷണം ചെയ്യുന്നതിനും തന്നെപ്പറ്റി ആലോചിക്കുന്നതിനും മുൻപായി ഒന്നാമത് തന്നെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പിടയുന്ന ഒരാളെപ്പോലെ അയാൾ ആ കുട്ടിയെ കണ്ടുപിടിച്ച് അവന് പണം തിരിച്ചു കൊടുക്കുവാൻ ശ്രമിച്ചു. പിന്നീട് അത് അസാധ്യമാണെന്ന് മനസ്സിലായപ്പോൾ അയാൾ നിരാശയോടുകൂടി നിന്നു. ഞാനൊരു ദുഷ്ടനാണ് എന്നുച്ചത്തിൽ പറഞ്ഞ സമയത്ത് താൻ ആരാണെന്ന് അയാൾ കണ്ടറിഞ്ഞു. താൻ ഒരു ഛായാരൂപം മാത്രമായിരിക്കുന്നു എന്ന് തോന്നുമാറ് കയ്യിൽ പൊന്തൻ വടിയോടും അരയിൽ വെച്ച് മുറുക്കിയ അടിക്കുപ്പായത്തോടും പുറത്ത് താൻ കട്ടെടുത്തിട്ടുള്ള സാമാനങ്ങളെ കൊണ്ട് നിറഞ്ഞ പട്ടാള മാറാപ്പോടും മുറുക്കിപ്പിടിച്ചതും ഒരു രസമില്ലാത്തതുമായ മുഖഭാവത്തോടും നികൃഷ്ടങ്ങളായ വിഷയങ്ങളാൽ നിറയപ്പെട്ട വിചാരങ്ങളോടും കൂടി തൻ്റെ മുൻപിൽ രക്തമാംസ സമ്മിശ്രമായ ശരീരം വഹിച്ച് ഭയങ്കരനായ ആ തടവുപുള്ളി ഴാങ്വാൽ ഴാങ് നിൽക്കുന്നുണ്ടെന്ന് തോന്നത്തക്ക വിധം അയാളിൽ നിന്ന് തീരെ വേറിട്ട് കഴിഞ്ഞു. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെ അതിയായ ദുഃഖാനുഭവം അയാളെ ഒരുതരം വിചാരശീലനാക്കിയിരുന്നു. അപ്പോൾ അത് ഒരുമാതിരി മായാവിചാരമാണ്. ഴാങ്വാൽ ഴാങ്ങിനെ, ആ അപകടം പിടിച്ച മുഖത്തെ അയാൾ വാസ്തവത്തിൽ കാണുക തന്നെ ചെയ്തു. ആരാണതെന്ന് അയാൾ ഏതാണ്ട് കടന്നു ചോദിക്കാനുള്ള ഭാവമായി. അയാൾ ആ അന്യരൂപത്തെ കണ്ട് പേടിച്ചമ്പരന്നു. വാസ്തവസ്ഥിതിയെ തന്നിൽ തന്നെ ലയിപ്പിച്ച് ഇല്ലാതാകത്തക്ക വിധം മനോരാജ്യം അത്രയും അഗാധതരമായി പോകുന്ന ക്ഷുഭിതങ്ങളും എന്നാൽ തികച്ചും ശാന്തങ്ങളുമായ ഘട്ടങ്ങളിൽ ഒന്നിലൂടെയാണ് അപ്പോൾ അയാളുടെ തലച്ചോറ് സഞ്ചരിച്ചിരുന്നത്. ആ സമയത്ത് മനുഷ്യൻ തൻ്റെ മുൻപിലുള്ള ഇന്ദ്രിയ വിഷയങ്ങളെ ഒന്നും തന്നെ അറിയുന്നില്ല. അയാൾ തൻ്റെ ഉള്ളിലുള്ള വിചാരങ്ങളെയെല്ലാം തന്നിൽ നിന്ന് വേറിട്ട് കാണുകയും ചെയ്യുന്നു. ഈ നിലയ്ക്ക് അയാൾ തന്നെ മുഖത്തോട് മുഖമായി നോക്കിക്കണ്ടു എന്ന് പറയട്ടെ. എന്നല്ല, അതോടുകൂടി തന്നെ ആ ചിത്തഭ്രമത്തിന് വിലങ്ങനെ ഒരത്ഭുതകരമായ ആഴത്തിനുള്ളിൽ ആദ്യം ഒരു ചൂട്ടാണോ എന്ന് തോന്നിയ ഒരുതരം വെളിച്ചം അയാൾ കണ്ടു. തൻ്റെ അന്ധഃകരണത്തിന് അധികം ശ്രദ്ധേയമായി തോന്നിയ ആ വെളിച്ചത്തെ അയാൾ സൂക്ഷിച്ച് നോക്കിക്കണ്ടപ്പോൾ അതിന് ഒരു മനുഷ്യാകൃതിയുള്ളതായി തോന്നി. എന്നല്ല, ആ കണ്ട ചൂട്ട് മെത്രാനാണെന്നും അയാൾ വാസ്തവമറിഞ്ഞു.
അയാളുടെ മനസാക്ഷി ആ രണ്ടുപേരെയും, മെത്രാനെയും ഴാങ്വാൽ ഴാങ്ങിനെയും തുലാസിലിട്ടു. രണ്ടാമത്തെയാളെ പാകപ്പെടുത്തുവാൻ ആദ്യത്തെയാളിൽ നിന്ന് ഒട്ടും കുറയാത്ത ഒന്നാവശ്യമാണ്. ഇത്തരം മനസംഭ്രമങ്ങളുടെ വിശേഷതകളായ ആ അസാധാരണ ഫലങ്ങളിൽ ഒന്നുകൊണ്ട് മനോരാജ്യം ദീർഘിച്ചതോടുകൂടി അയാളുടെ ദൃഷ്ടികൾക്ക് മുൻപിൽ മെത്രാൻ വലുപ്പത്തിലും പ്രകാശത്തിലും അത്യന്തം വർദ്ധിച്ചു വന്നതനുസരിച്ച് ഴാങ്വാൽ ഴാങ് ചെറുതാവുകയും മറഞ്ഞു പോകുകയും ചെയ്തു തുടങ്ങി. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അയാൾ ഒരു വെറും ഇരുട്ടല്ലാതെ മറ്റൊന്നുമല്ലെന്നായി. ഉത്തരക്ഷണത്തിൽ അയാൾ മറഞ്ഞു. മെത്രാൻ മാത്രം ശേഷിച്ചു. ഈ ഭാഗ്യം കെട്ട മനുഷ്യന്റെ ആത്മാവിനെ മുഴുവനും അദ്ദേഹം ഉത്കൃഷ്ടമായ ഒരു ദീപ്തിവിതാനം കൊണ്ട് നിറച്ചു. ഴാങ്വാൽ ഴാങ് കുറെ അധിക നേരം കരഞ്ഞു. അയാളുടെ കണ്ണുകളിൽ നിന്ന് ചുട്ടുതിളയ്ക്കുന്ന കണ്ണുനീരൊഴുകി. ഒരു സ്ത്രീയേക്കാൾ അധികം പാവമായും ഒരു കുട്ടിയേക്കാൾ അധികം പേടിച്ചും അയാൾ തേങ്ങിപ്പോയി. അങ്ങനെ അയാൾ കരയുന്നതോടുകൂടി പ്രഭാതം അയാളുടെ ആത്മാവിൽ അധികമധികം പ്രകാശിച്ചു. അതെ, അത്ഭുതകരമായ ഒരു വെളിച്ചം. മനസ്സു മയക്കുന്നതും അപ്പോൾ തന്നെ പേടിപ്പിക്കുന്നതുമായ അങ്ങനെയൊരു തേജോവിശേഷം, തൻ്റെ ആദ്യ ചരിത്രം, താൻ ഒന്നാമത് ചെയ്ത കുറ്റം, താൻ അതിനനുഭവിച്ച ആ അനവധി കാലത്തെ പ്രതിശാന്തി, തനിക്ക് പുറത്തുണ്ടായിത്തീർന്ന ക്രൂര മൃഗത്വം, അകത്തുണ്ടായി വന്ന മനക്കാഠിന്യം, സ്വാതന്ത്ര്യത്തിലേക്കുണ്ടായ തൻ്റെ മോചനം, പകരം വീട്ടുവാൻ പല വഴികളും ആലോചിച്ചിരുന്നതിലെ ആഹ്ലാദം, മെത്രാന്റെ ഗൃഹത്തിൽ വെച്ച് താൻ അനുഭവിച്ചത്, താൻ ഒടുവിൽ ചെയ്തു വെച്ച ക്രിയ, ഒരു കുട്ടിയിൽ നിന്ന് 40 സോ കട്ടു കൈക്കലാക്കിയത്, മെത്രാന്റെ മാപ്പു കഴിഞ്ഞതിനു ശേഷമായതുകൊണ്ട് അത്രയും ഭീരുത്വത്തോടുകൂടിയും അത്രയും രാക്ഷസോചിതമായി തോന്നുന്നതുമായ ആ ഒരു ദുഷ്പ്രവൃത്തി, ഇതെല്ലാം അയാളുടെ മനസ്സിൽ ആവർത്തിച്ചു. അതേവരെ താൻ കണ്ടറിഞ്ഞിട്ടില്ലാത്ത ഒരു പുതിയ തരം സ്ഫുടതയോടുകൂടി ഇതെല്ലാം അയാളുടെ മുൻപിൽ പ്രത്യക്ഷീഭവിച്ചു. അയാൾ തൻ്റെ ജീവിതത്തെ പരീക്ഷണം ചെയ്തു. അത് ഭയങ്കരമായി തോന്നി. അയാളുടെ ആത്മാവ് അതയാൾക്ക് ഭയങ്കരമായി തീർന്നു. അതിനിടയ്ക്ക് ഒരു സൗമ്യ തേജസ് ആ ജീവിതത്തിനും ആ ആത്മാവിനും ആശ്വാസകരമായി അവയുടെ മേൽ പതുക്കെ വന്നു പതിഞ്ഞു. സ്വർഗത്തിൻ്റെ വെളിച്ചത്തിലൂടെ താൻ നരകദേവതയെ കാണുന്നതായി അയാൾക്ക് തോന്നി. ഇങ്ങനെ അയാൾ എത്ര മണിക്കൂർ നേരം കരഞ്ഞു? കരച്ചിൽ അവസാനിച്ചതിനു ശേഷം അയാൾ എന്ത് പ്രവർത്തിച്ചു? അയാൾ എവിടേക്കാണ് പോയത്? ഒരാൾക്കും ഒരു കാലത്തും നിശ്ചയമില്ല. ഒരു കാര്യം മാത്രം മതിയായ തെളിവിന്മേൽ വിശ്വസിച്ച് പറയാവുന്നതാണ്. ആ കാലത്ത് ഗ്രനോബിളിലായിരുന്ന ഒരു അഞ്ചലോട്ടക്കാരൻ അന്ന് രാത്രി തന്നെ ഏകദേശം പുലരാൻ 3 മണിക്ക് ഡിയിൽ വന്ന സമയത്ത് താൻ മെത്രാന്റെ താമസ സ്ഥലം നിൽക്കുന്ന തെരുവിലൂടെ കടന്നു പോകുമ്പോൾ ഇരുട്ടത്ത് പുറത്തെ കൽവിരിപ്പിൽ മോൺസിഞ്ഞിയർ വെൽക്കമിന്റെ വീട്ടുവാതിലിനു മുൻപിലായി ഒരാൾ ഈശ്വരവന്ദനത്തിനുള്ള ഇരിപ്പിൽ മുട്ടുകുത്തി ഇരിക്കുന്നത് കാണുകയുണ്ടായി.